My dear students, welcome back. Today we are going to continue the session demand. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും ഡിമാൻഡ് കർവുമാണ് പഠിച്ചത്. ഏതൊക്കെയാണ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? അതെ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എക്സെട്ര. മറ്റ് ഘടകങ്ങൾ സ്ഥിരമായിരിക്കെ പ്രൈസിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡ് കർവ് ഫോം ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വിവിധ ഘടകങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കർവിൽ രണ്ട് രീതിയിൽ മാറ്റമുണ്ടാകാം, അതായത് രണ്ട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട്. മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. വിലയിലുണ്ടാകുന്ന മാറ്റമാണ് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ്. വിലേതര ഘടകങ്ങളായ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇവയ്ക്കുണ്ടാകുന്ന മാറ്റമാണ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഫസ്റ്റ് ഈസ് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ്. Change in demand due to change in price is called movement along the demand curve. വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലം സെയിം ഡിമാൻഡ് കർവിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. The movement along the demand curve are expansion of demand and contraction of demand. Expansion of demand. The downward movement along the demand curve due to fall in price is called expansion of demand. Look at the diagram. When the price of the commodity falls from P to P1, quantity demanded rises from Q to Q1. The movement from point A to B along the demand curve DD is called expansion of demand. വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. Contraction of demand. The upward movement along the demand curve due to rise in price is called contraction of demand. In the diagram, the price of a commodity rises from P1 to P and demand for the commodity falls from Q1 to Q. The movement from B to A along the demand curve DD is called contraction of demand. വില കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾ ചെയ്തു. ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്നാൽ പ്രൈസ് അല്ലാതെയുള്ള ഫാക്ടേഴ്സ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് അല്ലാതെയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതെ, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എക്സെട്ര. പ്രൈസ് അല്ലാതെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് മൂലം ഡിമാൻഡിനുണ്ടാകുന്ന മാറ്റം ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാൻ കാരണമാവുന്നു. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. The rightward or upward shift of the demand curve due to favorable changes in non-price factors is called increase in demand. In the diagram, DD is the initial demand curve. At price P, Q is the quantity demand. As a result of favorable changes in non-price factors, the initial demand curve DD shifts to the right and the new demand curve is D1 D1. The demand increases from Q to Q1. The price remains same as P. പ്രൈസിൽ മാറ്റമില്ല, മറ്റ് ഘടകങ്ങൾ അനുകൂലമായി ചേഞ്ച് ചെയ്തത് മൂലം ഡിമാൻഡ് കർവ് അപ്വേർഡ് ഓർ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. പ്രൈസ് അല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങളാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാമോ?
അതെ, ഇൻകം ഇൻക്രീസ് ചെയ്താൽ. നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പ്രൈസ് റൈസ് ചെയ്താൽ ഡിമാൻഡ് കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് കോഫിയുടെ പ്രൈസ് റൈസ് ചെയ്താൽ ടീയുടെ ഡിമാൻഡ് കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അനദർ തിങ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻ സമ്മർ ഐസ്ക്രീംസ്, കൂൾ ഡ്രിങ്ക്സ്, മിനറൽ വാട്ടർ ഇവയുടെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ഇൻ ഡിമാൻഡ്. The leftward or downward shift of the demand curve due to unfavorable changes in non-price factors is called decrease in demand. In the diagram, DD is the initial demand curve. At price P, quantity demand is Q1. Due to unfavorable changes in non-price factors, the demand curve DD shifts to the left and the new demand curve is D2 D2. The demand decreases from Q1 to Q, but the price P remains unchanged. ഇവിടെയും പ്രൈസിൽ മാറ്റമില്ല, മറ്റ് ഘടകങ്ങൾ അൺഫേവറബിൾ ആയതുമൂലം ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഓർ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിന് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. പ്രൈസ് അല്ലാതെ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് ഡിമാൻഡ് കുറയാൻ കാരണമാകുന്നത്? ശരിയാണ്, ഇൻകം കുറഞ്ഞാൽ. അതെ, നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഷുഗറിന്റെ പ്രൈസ് റൈസ് ചെയ്താൽ ടീയുടെ ഡിമാൻഡ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അനദർ തിങ്, കൂൾ ഡ്രിങ്ക്സ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനോടുള്ള പ്രിഫറൻസ് കുറയാം. ആസ് എ റിസൾട്ട് ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ചേഞ്ചസ് ഇൻ ഡിമാൻഡിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒരിക്കൽ കൂടി കണ്ടു നോക്കാം. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലം സെയിം ഡിമാൻഡ് കർവിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ്. പ്രൈസ് കുറയുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും പ്രൈസ് കൂടുമ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും സംഭവിക്കുന്നു. എന്നാൽ മറ്റ് ഘടകങ്ങളിൽ മാറ്റമുണ്ടാകുമ്പോൾ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. പ്രൈസ് അല്ലാതെയുള്ള മറ്റ് ഘടകങ്ങൾ ഫേവറബിൾ ആകുമ്പോൾ കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. മറ്റ് ഘടകങ്ങൾ അൺഫേവറബിൾ ആകുമ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. എക്സാമിന് ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഡ്യൂറിംഗ് റെയിനി സീസൺ there is an increase in the demand for umbrellas and raincoats, whereas in the winter season there may be a decrease in the demand for it. Show it diagrammatically and comment on it. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് ഫാക്ടർ ആണോ നോൺ പ്രൈസ് ഫാക്ടർ ആണോ ചേഞ്ച് ചെയ്തത്. സീസണൽ ചേഞ്ച് ആണ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യാൻ കാരണം. അപ്പോൾ നോൺ പ്രൈസ് ഫാക്ടർ ആണ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യാൻ കാരണം. ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണോ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ആണോ വരയ്ക്കേണ്ടത്? അതെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഡിമാൻഡ് കർവ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യണോ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യണോ? ഫസ്റ്റ് കേസ്, ഡ്യൂറിംഗ് റെയിനി സീസൺ there is an increase in the demand for umbrellas and raincoats. So we draw the increasing demand for umbrellas and raincoats. Then explain the increase in demand. Second case, in the winter season there may be a decrease in the demand for umbrellas and raincoats. ഇവിടെ
നോൺ പ്രൈസ് ഫാക്ടർ അൺഫേവറബിളി ചേഞ്ച് ചെയ്തിരിക്കുന്നു. സോ there is decrease in demand. Draw the diagram of decrease in demand and explain it. Then market demand. ഒരു നിശ്ചിത വിലയിൽ ഒരു കൺസ്യൂമർ എത്ര യൂണിറ്റ് വാങ്ങുന്നു, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. എന്നാൽ നമുക്കറിയാം ഒരു കമ്മോഡിറ്റി വാങ്ങുന്ന ധാരാളം കൺസ്യൂമേഴ്സ് ഉണ്ട്. ഒരു കമ്മോഡിറ്റി ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും കൂടി വാങ്ങുന്ന അളവാണ് മാർക്കറ്റ് ഡിമാൻഡ്. The market demand for a good at a particular price is the total demand of all consumers taken together. The market demand for a good can be derived from the individual demand curves. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ മാർക്കറ്റിൽ ഓറഞ്ച് വാങ്ങാൻ 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരും കൂടി ടോട്ടൽ എത്ര എമൗണ്ട് ഓറഞ്ച് വാങ്ങുന്നു, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുള്ള സൗകര്യാർത്ഥം ഇക്കോണമിയിൽ 2 കൺസ്യൂമേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ 2 കൺസ്യൂമേഴ്സും കൂടി ടോട്ടൽ എത്ര എമൗണ്ട് കൺസ്യൂം ചെയ്തു, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. ഫസ്റ്റ് ഫിഗർ കൺസ്യൂമർ 1ൻ്റെ ഡിമാൻഡും സെക്കൻഡ് ഫിഗർ കൺസ്യൂമർ 2ൻ്റെ ഡിമാൻഡും റെപ്രസെൻ്റ് ചെയ്യുന്നു. സപ്പോസ് അറ്റ് പ്രൈസ് ₹60 the demand of consumer 1 is 2 kg and that of consumer 2 is 4 kg. The market demand at price ₹60 is Q1 plus Q2, that is equal to 2 kg plus 4 kg equal to 6 kg. Similarly, at price ₹40 the demand of consumer 1 is 5 kg and that of consumer 2 is 7 kg. The market demand at price ₹40 is Q1 dash plus Q2 dash, that is equal to 5 kg plus 7 kg equal to 12 kg. Thus, the market demand curve can be derived as a horizontal summation of the individual demand curves. Linear demand curve. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിമാൻഡ് കർവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെയിം സ്ലോപ്പുള്ള ഡിമാൻഡ് കർവാണ് ലീനിയർ ഡിമാൻഡ് കർവ്. എ ലീനിയർ ഡിമാൻഡ് കർവ് ക്യാൻ ബി റിട്ടൺ ആസ് D of P equal to A minus BP. Minus B is the slope of the demand curve. Slope is same at every point of a linear demand curve. A by B is the maximum price. At any price greater than A by B, the consumer demands 0 unit of the good. Maximum price A by B is the vertical intercept. A is the horizontal intercept, that is maximum demand at 0 price. For example, ഓറഞ്ചിൻ്റെ മാക്സിമം പ്രൈസ് 150 rupees ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 150 rupees ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി 0. മാക്സിമം പ്രൈസ് ആണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഗ്രേറ്റർ ദാൻ ദിസ് പ്രൈസ് ഡിമാൻഡ് ഈസ് 0. സപ്പോസ് പ്രൈസ് ഫോൾ ചെയ്ത് 0 ആയി, അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നെന്നിരിക്കട്ടെ, നമുക്കൊരു മാക്സിമം ഡിമാൻഡ് ഉണ്ടായിരിക്കും, ഒരു 10 kg ഓർ 15 kg. അതിൽ കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടിയാലും നമുക്ക് ആവശ്യമില്ല. 0 പ്രൈസിലുള്ള ഡിമാൻഡാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. മാക്സിമം പ്രൈസും മാക്സിമം ഡിമാൻഡ് അറ്റ് 0 പ്രൈസും ജോയിൻ ചെയ്താൽ ലീനിയർ ഡിമാൻഡ് കർവ് ലഭിക്കും. ഹിയർ മാക്സിമം പ്രൈസ് ഓർ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഈസ് A by B and maximum demand horizontal intercept is A. Joining these 2 points we get a linear demand curve. എക്സാമിന് ഡ്രോ ദ ഡിമാൻഡ് കർവ് ഓഫ് ദ ഫംഗ്ഷൻ Q equal to 10 minus 2P എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഓഫ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു A by B. ഹിയർ A equal to 10, B equal to 2. A by B equal to 10 by 2, 5. അതായത് മാക്സിമം പ്രൈസ് ₹5.
5 റുപ്പീസിൽ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് 0 ആയിരിക്കും. 10-2p എന്ന നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷനിൽ 0 മുതൽ 5 വരെയുള്ള പ്രൈസ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഡിമാൻഡ് ഷെഡ്യൂൾ ലഭിക്കും. P equal to 0, Q equal to 10-2 into 0, 10. P equal to 1, Q equal to 8. P equal to 2, Q equal to 6. P equal to 3, Q equal to 4. P equal to 4, Q equal to 2. P equal to 5, Q equal to 0. On the basis of this demand schedule, we can draw a demand curve. Price is along the vertical axis and quantity is along the horizontal axis. Here maximum price is ₹5. Greater than ₹5, quantity demand is 0. And at 0 price, quantity demand is 10. Slope is same, that is -2. -2 means negative slope of the demand curve. Adding up two linear demand curves. Market demand can be derived by adding two linear demand curves. For example, a market where there are two consumers and the demand curves are D1 of P equal to 10 - P is the demand curve of consumer 1 and D2 of P equal to 15 - P is the demand curve of consumer 2. ഈ ഇക്വേഷൻ അർത്ഥമാക്കുന്നത് at any price greater than ₹10, the consumer 1 demands 0 unit of the good and at any price greater than ₹15, the consumer 2 demands 0 unit of the good. The market demand can be derived by adding 10 - P plus 15 - P equal to 25 - 2p. വില 10 അതിൽ കുറവോ ആണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് 25 - 2p. If price is between 10 and 15, market demand is 15 - P. പ്രൈസ് 15ൽ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് 0 ആയിരിക്കും. Textual questions. Suppose there are two consumers in the market for a good and their demand functions are as follows. D of P equal to 20 - P for any price less than or equal to 20 and D of P equal to 0 at any price greater than 20. D2 of P equal to 30 - 2P for any price less than or equal to 15 and D2 of P equal to 0 at any price greater than 15. Find out the market demand function. Consider the function 20 - P. Here A by B equal to 20 by 1 equal to 20. 20 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ കൺസ്യൂമർ 1ന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് D1 of P equal to 20 - P. പ്രൈസ് ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ കൺസ്യൂമർ 1ന്റെ ഡിമാൻഡ് 0 ആയിരിക്കും. കൺസിഡർ ദ ഫംഗ്ഷൻ 30 - 2p. A by B equal to 30 by 2 equal to 15. 15 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ കൺസ്യൂമർ 2ന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് D2 of P equal to 30 - 2p. പ്രൈസ് ഗ്രേറ്റർ ദാൻ 15 ആണെങ്കിൽ കൺസ്യൂമർ 2ന്റെ ഡിമാൻഡ് 0 ആയിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 20 - P plus 30 - 2p ഈസ് ഈക്വൽ ടു 50 - 3p. Suppose there are 20 consumers for a good and they have identical demand functions. D of P equal to 10 - 3p for any price less than or equal to 10 by 3 and D of P equal to 0 at any price greater than 10 by 3. What is the market demand function? A by B equal to 10 by 3. Price less than or equal to 10 by 3 ആണെങ്കിൽ demand function is 10 - 3p. ഇവിടെ 20 കൺസ്യൂമേഴ്സിനും പ്രൈസ് ഗ്രേറ്റർ ദാൻ 10 by 3 ആണെങ്കിൽ ഡിമാൻഡ് 0 ആയിരിക്കും. കാരണം 20 കൺസ്യൂമേഴ്സിനും സെയിം ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. സോ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 20 into 10 - 3p is equal to 200 - 60p. Consider a market where there are just two consumers and suppose their demands for the good are given as follows. Calculate the market demand for the good.
Price 1, 2, 3, 4, 5, 6. Quantity demand of consumer 1 is 9, 8, 7, 6, 5 and 4. Quantity demand of consumer 2 is 24, 20, 18, 16, 14 and 12. Market demand is equal to D1 plus D2. Market demand at price 1, 9 plus 24 equal to the market demand at price 2, 8 plus 20, 28, then 25, 22, 19, 16. Stay home, stay safe, study well. Thank you.